അപ്പൊ നമുക്ക് ഇൻട്രാഡേ മാർക്കറ്റ് ഇൻസൈറ്റ് ഒന്ന് നോക്കിയാലോ, അതുപോലെ നാളത്തേക്കുള്ള വാച്ച് ലിസ്റ്റ്. നമ്മളിന്ന് നോക്കുന്ന ഇൻട്രാഡേ ടൂള് തലേ ദിവസം തന്നെ ഒരുപാട് അനാലിസിസ് ഒന്നും ചെയ്യാതെ തന്നെ ഡെയിലി രാവിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്ത് സ്ട്രോങ് സ്റ്റോക്കുകൾ കാണിച്ചു വരുന്ന ഒരു ടൂളാണ്. ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് ചില സമയത്ത് അടുത്ത ദിവസങ്ങളിലേക്ക് കൂടി ട്രേഡ് സാധ്യമാവാറുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കിനി സ്ക്രീനിൽ നോക്കാം. ഈ സ്കാനറിൽ ഒരു സെന്റിമെന്റ്സ് ആദ്യം തന്നെ മനസ്സിലാക്കാം. പിന്നീട് താഴേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വലിയ മൂവുകൾ തന്ന സ്റ്റോക്കുകളാണ് ഈ കാണുന്നത്. ഈ ഹിസ്റ്ററി നോക്കിയാൽ ഇന്ന് ഈ സ്റ്റോക്ക് ഈ സ്കാനറിൽ ആദ്യമായി വന്ന സമയവും അതിന്റെ ട്രിഗേർഡ് പ്രൈസും കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രീൻ ഡോട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സ്റ്റോക്ക് ഈ സ്കാനറിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ വന്നിരുന്നെങ്കിൽ ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ നല്ലൊരു മൂവ് വരാൻ ചാൻസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഈ സ്റ്റോക്കിലുള്ള ബിഗ് പ്ലേയേഴ്സിന്റെ ആക്ടിവിറ്റി ഈ കാണുന്ന ബാറുകൾ നോക്കി ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഈ ബാറുകളായിരിക്കും അടുത്ത ദിവസവും ഈ സ്റ്റോക്കിന്റെ സ്ട്രെങ്ത് നിർണ്ണയിക്കുന്നത്. ഈ കാണുന്ന DCX ഇന്ത്യ നോക്കിയാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത് സ്കാനറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇത് ഓൾറെഡി വന്നൊരു മൂവ്. ഞാൻ ഗ്രീൻ ഡോട്ട് പറഞ്ഞതുപോലെ ന്യൂ എന്ന് പറഞ്ഞത് ആദ്യമായി വന്ന സ്റ്റോക്കുകളുമാണ്. നിങ്ങൾക്ക് ഇത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നാളത്തേക്കുള്ള വാച്ച് ലിസ്റ്റ് മിസ്സാവാണ്ടിരിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക.